ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വിജാസ് വേൾഡിലേക്ക് സ്വാഗതം. ഞാനിന്ന് തയ്യാറാക്കുന്നത് ഷവർമ്മയാണ്. അപ്പോൾ ഷവർമ്മയ്ക്ക് വേണ്ടി ഞാൻ ചിക്കൻ എടുത്തിട്ടുണ്ട്. ആ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം. കുബൂസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1/2 കിലോ മൈദ എടുത്തിട്ടുണ്ട്. അതിനിടെ നമുക്കൊന്ന് കുഴച്ച് വയ്ക്കാം. ആവശ്യത്തിന് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഒന്ന് സോഡ പൗഡർ ഇട്ട് കൊടുക്കണം. 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ഇട്ടോ. ചെറിയ ചൂടുവെള്ളമാണ് ഞാനിതിലൊഴിച്ച് കുഴക്കണത്, എന്നാലേ പെട്ടെന്ന് പൊങ്ങി വരുള്ളൂ. മാവ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു നനഞ്ഞ തുണി വെച്ച് ഒന്ന് മൂടി വെയിറ്റ് ചെയ്യാൻ വയ്ക്കാം. ഷവർമ്മയുടെ കൂട്ടൊന്ന് തയ്യാറാക്കി എടുക്കാം. ചിക്കനൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. നമുക്ക് അല്പം വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം. സൺഫ്ലവർ ആയാലും മതി, ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റ്, ഒരു ക്യാരറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്, അതൊരു ക്യാരറ്റ് ഇട്ടു. നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാബേജ് 100 ഗ്രാമാണ് ഞാൻ എടുത്തിട്ടുള്ളത്, ഇട്ടുള്ളൂ. ക്യാപ്സിക്കം ചെറുതാണ് എടുത്തിട്ടുള്ളത്, അത് ഞാൻ കൊടുക്കും. അരിഞ്ഞു ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ഞാൻ ഇട്ട് കൊടുക്കണം. ഇതിൽ ഉപ്പ് ഇട്ടാണ് ചിക്കൻ വേവിച്ചിട്ടുള്ളത്, അപ്പോൾ അതിൽ ഉപ്പുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ടാൽ മതി. 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയാണ് ഞാൻ പേസ്റ്റാക്കി വെച്ചിരുന്നത്, അത് നമുക്ക് ഇട്ട് കൊടുക്കും. ഇതിലേക്ക് ഒരു 1.5 സ്പൂണ് കുരുമുളക് പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കണം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. ഉപ്പിട്ട് വേവിച്ചെടുത്ത ചിക്കൻ റെഡിയാക്കി ചെറുതാക്കി വെച്ചിട്ടുണ്ട്, അത് നമുക്ക് ഇട്ട് കൊടുക്കാം. വെച്ചിരിക്കുന്ന 50 ഗ്രാം മല്ലിയില എടുത്തിട്ടുണ്ട്. കൂട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്ക് സ്റ്റവ് ഓഫാക്കാം. അത് നന്നായിട്ട് ഇതായിട്ടുണ്ട്. നമുക്ക് ഇതിനെ പരത്തിയെടുക്കാം. നമുക്കൊന്ന് പരത്തിയെടുക്കാം. തയ്യാറാക്കി കുബൂസ് തയ്യാറാക്കിയെടുക്കാം. ഇതിലേക്ക് നമ്മൾ തവ അടുപ്പിൽ വെച്ച് വെച്ചിരിക്കുന്ന കുബൂസ് ഇട്ട് കൊടുക്കാം. ബാക്കി ഇതേപോലെ തന്നെ തയ്യാറാക്കി എടുക്കാറുണ്ട്. കുബൂസ് എല്ലാം നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ മയോണൈസ് തയ്യാറാക്കാൻ നമുക്ക് 2 മുട്ട ഞാൻ എടുത്തിട്ടുണ്ട്. 1 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ഇട്ട് കൊടുത്തത്. ഇതിലേക്ക് അല്പം ഉപ്പിട്ട് കൊടുക്കാം. ഇതിലേക്ക് 2 ടീസ്പൂൺ തൈരാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. വിനാഗിരി ഒഴിക്കുന്നില്ല. 1 ടേബിൾ സ്പൂൺ സൺഫ്ലവറാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ നമുക്ക് ഒന്നുകൂടെ അടിച്ചിട്ട് ഒന്നുകൂടെ 1 സ്പൂൺ കൂടെ ഒഴിക്കേണ്ടി വരും. ഒരു 3 അല്ലി വെളുത്തുള്ളിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പം നമുക്കതൊന്ന് അടിച്ചെടുത്തുണ്ട്. 1 സ്പൂൺ സൺഫ്ലവർ കൂടെ ഞാനിതിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. നമുക്കൊന്നുകൂടെ അടിച്ചെടുക്കാം. അപ്പം നമ്മുടെ ഷവർമ്മ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് മയോണൈസ് ഒഴിച്ചു കൊടുക്കാം. എല്ലാം ഇതേപോലെ നമുക്ക് ഫില്ല് ചെയ്ത് എടുക്കാം. ഇന്നത്തെ ഷവർമ്മ റെഡി ആയിട്ടുണ്ട്.
ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നന്ദി, നമസ്കാരം.